ഹായ് ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി ടിൻഡോസുള്ളവർക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെക്കിലെ ഡ്രൈവിംഗ് ലൈസൻസിനെ കുറിച്ചാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ പ്രാഗിലേക്ക് പോകേണ്ടിയിരിക്കുന്നത്. പ്രാഗിലേക്ക് പോകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയായിരുന്നു. അപ്പോൾ അതിന് ഒരു താങ്ക്സ് പറയാൻ വേണ്ടിയാണ് പോകുന്നത്. മെസ്സേജ് അയച്ചിരുന്നു, എൻ്റെ ഡ്രൈവിംഗ് പഠിപ്പിച്ച ആളുടെ അടുത്ത് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ ആൾക്ക് ഞാനൊരു അച്ചാറൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊടുക്കാനുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പോൾ പുള്ളിക്കാരോട് ചോദിച്ചിരുന്നു, ഞാനിങ്ങനെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി വീഡിയോസ് ഒന്ന് റെക്കോർഡ് ചെയ്തിട്ടേ എന്ന് ചോദിച്ചിരുന്നു. പുള്ളി ഒരു എസ് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി എൻ്റെ അടുത്ത് പണ്ട് പറഞ്ഞു എനിക്ക് നമ്മുടെ വെളുത്തുള്ളി അച്ചാർ വേണമെന്ന്. നമ്മുടെ ചെക്കൻ ആഷൻ ഇന്ന് ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങുകയാണ്. എങ്ങനെയാണ് ചെക്ക് റിപ്പബ്ലിക്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണിത്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് ഡൗട്ടുകൾ നമുക്കുണ്ട്. അപ്പോൾ ആ ഡൗട്ടുകൾ നമ്മൾ പുള്ളിക്കാരായിട്ട് ചോദിക്കുക. എങ്ങനെയാണ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കേണ്ടത്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് നമുക്ക് വേണ്ടത്, പിന്നെ എത്ര നാളെടുക്കും, എത്ര രൂപ ചിലവ് വരും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത്, പുള്ളിക്കാരി എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ കുറേ കാര്യങ്ങളൊക്കെ അടങ്ങിയൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ മേ ബി ചിലപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും. ഇപ്പം ഞങ്ങൾ ട്രെയിൻ കയറാൻ വേണ്ടി വന്നേക്കാണ്. ഇപ്പോൾ ഇവിടെ 8:15 ആവണം. അപ്പോൾ ട്രെയിൻ 8:20 അപ്പോൾ ഇനി പോയിട്ട് ടിക്കറ്റ് എടുക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് പോണ വഴിക്കുള്ള വിശേഷങ്ങളും അവിടെ നിന്നുള്ള വിശേഷങ്ങളും കൃത്യമായിട്ട് കാണാം. പിന്നെ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കുക, എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങളിത് ഇവിടെ കച്ചറവ് എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷനിലെത്തി. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പുള്ളിക്കാരിക്ക് ഒരു വൈൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ പുള്ളിക്കാരിക്ക് അച്ചാറുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് കൊടുക്കാൻ പോകുന്നത് പുള്ളിക്കാരിക്ക് സന്തോഷമാണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒന്ന് ഇരിക്കുകയാണ്. ഇപ്പോൾ 10 മണിയായിട്ടുള്ളൂ. ഇനി ഒരു അരമണിക്കൂർ കൂടി പിന്നെ ക്ലാസ് തുടങ്ങാൻ വേണ്ടിയാവും. പുള്ളിക്കാരി വരണമെങ്കിൽ 10:30 ആവും. അപ്പോൾ ഞങ്ങളിവിടെ കട്ട പോസ്റ്റാണ് കണ്ട ഒരു പാർക്കിങ്ങിൽ പുള്ളിക്കാരിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ ഞങ്ങളെന്താ നേരത്തെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ പക്കയായിരിക്കും. ഇപ്പോൾ 10:30 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യം 10:30 ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് മുമ്പ് ഒരു ഉണ്ടാവും. ഞങ്ങൾ ഇന്നിപ്പോൾ ഇവൻ്റെ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടും പിന്നെ ഇവന് ചെറിയ ടെൻഷൻ ഉള്ളതുകൊണ്ടും ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ തന്നെ ഞാൻ വേറൊരാള്. എങ്കിലും ചെറിയൊരു വണ്ടി ആദ്യമായിട്ട് ഓടിക്കുന്നതിൻ്റെ സൈഡ് മാറേണ്ടൊക്കെ ചെറിയ ബുദ്ധിമുട്ട് തോന്നില്ലേ? അപ്പോൾ അതിൻ്റെ ചെറിയ ടെൻഷൻ ഉണ്ട്, ഇല്ലയെന്ന് നീ പറയണ്ട. അപ്പോൾ അതുകൊണ്ടൊക്കെ ഞങ്ങൾ നേരത്തെ വന്നത്. Garlic pickle. No. Thank you. Thank you. What is this? We can open now. No, you have to try. Can we open now? We don't need to try. Okay. Test is not so important now. Like I just tried. Yeah. I mean, did you pay for the test? Or No. It was a sample test. Demo. version. Yeah, It's okay. പുള്ളിക്കാരി പറയുന്നത് ഇപ്പോൾ പുതിയ നിയമം അനുസരിച്ച് വന്നതനുസരിച്ച് ഇപ്പോൾ ഇങ്ങനത്തെ ടെമ്പററി ലൈസൻസ് വേണമെന്നാണ് പറയുന്നത്. പുള്ളിക്കാരി ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് പുള്ളിക്കാരി കാട്ടിത്തരാമെന്നാണ് പറയുന്നത്. Why I did? But very simple. First is seats. Adjust the seats. If you think, clutch if it's comfortable. Good? Yeah. Perfect. ഇന്ന് ഇവൻ്റെ ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ടും ഇവർ തമ്മിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. വാട്സപ്പ് വഴിയാണ് മെസ്സേജ് ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നേരിട്ട് കാണുന്നതാണ്. അപ്പോൾ കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നൽകുകയാണ് അവന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഫുൾ ക്ലാസ്സിൽ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വരില്ല. അപ്പോൾ ഞാൻ ചോദിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. പക്ഷേ പുള്ളിക്കാരിക്ക് ഇവനെ പഠിപ്പിക്കുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇവൻ്റെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയുക. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ പുള്ളിക്കാരി ഗ്യാപ്പ് കിട്ടുന്നതനുസരിച്ച് ഞാൻ അവൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്നതായിരിക്കും. So it means we have to. Don't stop. No, there is. There is nothing. Okay. Stop. Super. From our right side we can go straight. Yeah. Have to Back, let's first. go. Yeah. First or second, maybe second. Down and let's go. Because we go from the hill, second. Enough. Down. Little bit right and clutch up. റൈറ്റ് സൈഡ് ചേർന്ന് നോക്കുക. Okay.
Indian driving license? No. Not That's possible? why you had to make a European driving license. Yeah, but my other friends told me if I have Indian driving license, I can drive here 1 year. Yeah, it depends. Not Indian, international, from India. International. മറ്റേ സാധനം പറഞ്ഞിരുന്നു ID. Yeah, IDB, yeah? Okay. Probably 30 only. Yeah, you go to India or they Uh-huh. will give you international driving license, okay? And if you have residence permit, Uh-huh. you are new here. Yeah, Uh-huh. you are new here. Probably you can drive 1 year or half year. I don't know really. It depends. And because if you are here, for example, 2 years, Uh-huh. because you're straight, you go to India all the time to You can take. change the line. No, you can, but we have no. No Yeah. need to change. No need because straight and straight. And as I told you today, first lesson, we are not so confident, of course, yeah. Take right lanes, go more slowly and no problem, okay? So if you go and to change international driving license and you are here 2 years, it can happen that the police stop you Yeah. and they will ask how is possible. You are Driving Germany, I am 100% sure that you need nothing. Yeah, no international nothing because it is a European community. Yeah. Yeah. Then, if you go UK, I am not so sure. Just to find it, if you need international or not. Okay. International driving license, you just go to some fellow, yeah, I need international driving license. They will give you, probably you will pay 50 crowns, yeah, Uh-huh. and it's valid 1 year. Only 1 You year. cannot drive in international driving license here in Czech Republic, Yeah, okay, I understand. but it's valid 1 year and you can drive anywhere. In India you can drive Okay. anywhere, international driving license. But I know that the European community, yeah, states, you don't need, you just have your driving license because it's European driving license. But other country, you have to check, yeah. Yeah, Do okay. I need it or not? Yeah, okay, okay. We have some pedestrians. Stop. Probably, yes. We need to give them priority. Second and go. അശ്നെ ഇങ്ങനെയുണ്ട് 1.5 മണിക്കൂറായി ഓടിക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറാ കുറച്ച് കോൺഫിഡൻ്റ് ആയില്ലേ പുള്ളിയുടെ ക്ലാസ് എങ്ങനെയുണ്ട് ഓക്കെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഇവിടെ ചെക്ക് റിപ്പബ്ലിക്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കേണ്ടത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ അക്കോമഡേഷൻ വേണം, നമ്മുടെ ഇവിടെ താമസിക്കേണ്ട അക്കോമഡേഷൻ്റെ കോൺട്രാക്റ്റ് വേണം, പിന്നെ നമ്മുടെ ഇവിടുത്തെ മെഡിക്കൽ, നമ്മുടെ ഫിസിക്കലി ഫിറ്റ് ആണെന്നുള്ള കാര്യത്തിലുള്ള ഡോക്യുമെൻറ്റ്സ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് റെസിഡൻസ് കാർഡാണ് വേണ്ടത്, റെസിഡൻസ് പെർമിറ്റാണ് വേണ്ടത്. പിന്നെ വേണ്ടത് നമ്മുടെ കയ്യിൽ പൈസ വേണം. പൈസ എത്ര എക്സ്പെൻസ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിച്ച സമയത്ത് എനിക്ക് 16,000 KC, അത് ഡ്രൈവിംഗ് ചേർന്നതിന് 16,000 KC ആണ് വേണ്ടി വന്നത്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ടൊക്കെ പഠിക്കുന്ന സമയത്ത് 2 മാസം മുമ്പ് വരെ അത് 20,000 KC ആയിരുന്നു. ഇപ്പോൾ അത് 22,000 KC ആയി. യുദ്ധവും ഈ വിലവർദ്ധനയും കാര്യങ്ങളും കാരണമാണ് അങ്ങനെ കൂടുന്നത്. ഞാൻ പഠിച്ച സമയത്ത് 16,000 KC എന്ന് പറയുന്നത് ഈ ഡ്രൈവിംഗ് സ്കൂൾ പഠിപ്പിക്കുന്നതിനും അവർ ഇംഗ്ലീഷിൽ ടീച്ച് ചെയ്യുന്നതിനും വേണ്ടി മാത്രമാണ്. പിന്നെ നമ്മളിപ്പോൾ ചെക്ക് ലാംഗ്വേജിലാണ് ഇവിടെ ഡ്രൈവിംഗ് പഠിക്കുന്നതെങ്കിൽ നമുക്കൊരു 8,000 KC 7,000 KC ആ റേഞ്ചാണ് വരുന്നത്. പക്ഷെ നമ്മൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയതുകൊണ്ട് മാത്രമാണ്, ഇംഗ്ലീഷിൽ അവർ നമ്മളെ പഠിപ്പിക്കുന്നത് മാത്രമാണ് ഇത്ര പൈസ വരുന്നത്, അല്ലെങ്കിൽ ഇത്ര പൈസ ഇല്ല നമ്മൾ ചെക്ക് ലാംഗ്വേജ് പഠിക്കാൻ. പക്ഷെ നമ്മൾ എക്സാം എഴുതുകയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് തന്നെ ചെയ്യണം, അത് വളരെയധികം ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്കൊരു ട്രാൻസ്ലേറ്റർ ഉണ്ടാവും, ട്രാൻസ്ലേറ്റർ നമ്മൾ 3,500 KC കൊടുക്കേണ്ടി വരും, അത് എക്സാമിൻ്റെ സമയത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പിന്നെ എക്സാമിന് ഒരു ഫീസ് ഉണ്ട്, ഒരു ചെറിയൊരു ഫീസ് ഉണ്ട്, ആ ഫീസ് ഒരു 750 KC, അത് 800 KC, അത് ചിലപ്പോൾ വേരി ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ പോയിട്ട് വരാനുള്ള എക്സ്പെൻസാണ്, ട്രാവലിംഗ് എക്സ്പെൻസാണ് വരുന്നത്. ഇത്രയും പൈസയൊക്കെയാണ് നമുക്ക് ചിലവ് വരുന്നത്. പിന്നീട് നമുക്ക് എക്സാം പാസ്സായി കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സാം പാസ്സായതിൻ്റെ ഒരു പേപ്പർ നമുക്ക് കിട്ടും. ആ പേപ്പർ നമ്മുടെ അവിടുത്തെ വെഹിക്കിളിൻ്റെ ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കുക.
ഇപ്പോൾ നമുക്ക് ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് 200 kc അല്ലെങ്കിൽ 300 kc അത് ഡിപ്പെൻസ് ആണ്. ഇപ്പോൾ ഞാൻ കൊടുത്തത് ലോച്ച് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ എനിക്ക് 200 kc ആണ് വന്നുള്ളൂ. ഇപ്പോൾ പ്രാഗിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 250 kc 300 kc അടുത്ത് ചിലവ് വരും. അത് ഡിപ്പെൻസ് ആണ്. ഇതൊക്കെയാണ് നമുക്ക് ഈ ചിലവ് വരുന്ന പൈസ എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈസൻസിൻ്റെ വാലിഡിറ്റി ഇത് 10 കൊല്ലമാണ്. ഇപ്പോൾ നമുക്ക് ഈ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ 10 കൊല്ലം വരെ നമുക്ക് ലൈസൻസ് വെച്ച് വണ്ടി ഓടിക്കാൻ പറ്റും ചെക്ക് റിപ്പബ്ലിക്കിൽ. പിന്നെ നമുക്ക് പുറത്ത് രാജ്യങ്ങളിലേക്ക് ട്രാവൽ ചെയ്യാം. യൂറോപ്പ് യൂണിയൻ പെടുന്ന ഏത് രാജ്യത്ത് വേണമെങ്കിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. നമ്മുടെ ഗോപ്രോയുടെ ചാർജ് എത്രയാണ്? 15% ഉള്ളൂ. അപ്പോൾ ഇനി ബാക്കിയത്തെ പറയാനുള്ള കാര്യങ്ങൾ ഇനി നമ്മൾ റൂമിലെത്തി കഴിഞ്ഞിട്ട് നമ്മൾ സ്വസ്ഥമായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് റൂമിലെത്തിയിട്ട് ബാക്കിയത്തെ വിശേഷങ്ങൾ പറയാം. ഇനിയിപ്പോൾ എനിക്ക് വേറെ ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ വെച്ച് പ്രാഗിൽ വെച്ച് എൻ്റെ ഗോപ്രോയുടെ ചാർജ് ഇരുന്നു. അതുകൊണ്ട് നമ്മൾ റൂമിൽ വന്നിട്ട് വീഡിയോ ബാക്കിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത ടോപ്പിക്കിൽ കിടക്കാം. എനിക്ക് ഏതൊക്കെ വണ്ടികളാണ് ഓടിക്കാൻ പറ്റുന്നുള്ളത് നമുക്ക് നമ്മുടെ ലൈസൻസിൽ നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? AM B1B, അതായത് നമ്മൾ B സർട്ടിഫിക്കറ്റ് എടുത്തിരുന്നത്. ബിയുടെ ലൈസൻസാണ് എടുത്തിരുന്നത്. ബിയുടെ സർട്ടിഫിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓടിക്കാൻ പറ്റുന്നതാണ് B1 ഉം AM എന്ന് പറയുന്നത്. AM എന്ന് പറയുന്നത് 50 cc താഴെയുള്ള വണ്ടികളാണ്. 50 cc താഴെയുള്ള വണ്ടികൾ മാത്രമല്ല നമുക്ക് ഓടിക്കാൻ പറ്റുന്നത്. നമുക്ക് A1 എന്ന് പറഞ്ഞ വണ്ടികൾ നമുക്ക് ഓടിക്കാൻ പറ്റും. അതായത് ഗിയർലെസ് ആയിട്ടുള്ള 125 cc താഴെയുള്ള നമുക്ക് ബൈക്ക് സ്കൂട്ടറുകൾ നമുക്ക് ഓടിക്കാൻ പറ്റുന്നതായിരിക്കും. ഗിയറുള്ള വണ്ടികൾ എടുക്കണമെങ്കിൽ അത് നമ്മൾ A എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് എടുക്കണം. A എന്ന് പറഞ്ഞ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം. അതിന് നമുക്ക് ഈ സെയിം പൈസ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ വണ്ടികൾ ഓടിക്കാൻ പറ്റും. അതായത് 125 cc മുകളിലുള്ള ഗിയറുള്ള വണ്ടികൾ നമുക്ക് ഓടിക്കാൻ പറ്റുന്നതായിരിക്കില്ല. ഈ വണ്ടികളൊക്കെയാണ് നമുക്ക് ഓടിക്കാൻ പറ്റുന്നത്. പിന്നെ കാറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വീലറുള്ള 3500 കൂടുതലില്ലാത്ത വണ്ടികൾ നമുക്ക് ഓടിക്കാൻ പറ്റുന്നതായിരിക്കും ഈ ലൈസൻസ് വെച്ച്. പിന്നെ ഫ്രണ്ട്സ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏത് ലാംഗ്വേജിൽ അവർ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിൽ നിസ്സാര പൈസ വരികയുള്ളൂ. ഇപ്പോൾ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പഠിക്കുന്നതിനാണ് ഇത്ര പൈസ വന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇത്ര പൈസ വരുന്നില്ല. 8000 kc വരുന്നുള്ളൂ. ചെക്ക് പഠിപ്പിക്കുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് ഇംഗ്ലീഷിൽ ചെയ്യാൻ പറ്റും. അവർ 12,000 സംതിങ് kc ആണ് പറയുന്നത്. പഠിപ്പിക്കുന്ന സമയത്ത് അതായത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ലാംഗ്വേജിലായിരിക്കും സംസാരിക്കുക. നമ്മൾ ഇംഗ്ലീഷും ചെക്ക് അറിയുന്ന ഒരാളെ നമ്മുടെ കൂടെ പോകിലും വേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ ഭേദം നമുക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ടും പിന്നെ ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന വഴിയാണ് ഇങ്ങനെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ പോയി പഠിക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ബെറ്റർ ഞാൻ സജസ്റ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ സ്കൂളുകളിൽ പോയി പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ ഇതിൻ്റെ ഡ്യൂറേഷൻ എടുക്കും. ഇപ്പോൾ നമ്മൾ ലൈസൻസ് എടുക്കാൻ വേണ്ടി പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര നാൾക്കുള്ളിൽ നമുക്ക് ലൈസൻസ് വണ്ടി ഓടിക്കാൻ പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അതിനെക്കുറിച്ചാണ് പറയാനുള്ളത്. സാധാരണ നമുക്ക് വണ്ടി ഓടിക്കാൻ നമുക്ക് നാട്ടിൽ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് വണ്ടി ഓടിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം നാട്ടിൽ വണ്ടിയൊക്കെ ഓടിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് വീണ്ടും തുടക്കം തൊട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അവർ നേരിട്ട് നമ്മളെ ക്ലാസ് കയറ്റുകയാണ് ചെയ്യുക. അവരുടെ അടുത്ത് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെന്ന്. പക്ഷേ എങ്കിലും നമ്മൾ സൈഡ് മാറുന്നതുകൊണ്ട് നമുക്ക് ഇടത്തെ സൈഡിലാണ് സ്റ്റിയറിങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസും കാര്യങ്ങളുണ്ടാവും. പിന്നെ നമ്മൾ നാട്ടിൽ വെച്ച് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മൾ സൈൻ ബോർഡ്സും കാര്യങ്ങളും നോക്കാറുണ്ടാവില്ലായിരിക്കും. പക്ഷേ ഇവിടെ വന്നിട്ട് നമ്മൾ ഡ്രൈവിംഗ് ചെയ്യുന്ന സമയത്ത് ഫുള്ള് സൈൻ ബോർഡ്സും ട്രാഫിക് റൂൾസും വെച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആളുകളെല്ലാവരും അത് കൃത്യമായിട്ട് പാലിക്കുന്ന ആളുകളാണ്. പക്ഷെ നമ്മൾ ഇവിടെ വന്നിട്ട് ഡയറക്റ്റ് വണ്ടി ഓടിക്കുകയാണെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. നമുക്ക് ട്രാഫിക് സയൻസും കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഫസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് നാട്ടിൽ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് അവരിപ്പോൾ ചെയ്യിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂൾസ് കാര്യങ്ങൾ നമുക്ക് മെയിലും കാര്യങ്ങൾ അയച്ചു തരും. അത് കൃത്യമായിട്ട് പഠിക്കേണ്ടി വരും. നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വണ്ടി ഓടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ട്രാഫിക് റൂൾസും കാര്യങ്ങൾ അറിയാനായിരിക്കും. പിന്നെ നമ്മുടെ സ്റ്റിയറിംഗ് ബാലൻസും കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമാക്കുക അവർ. പിന്നെ അവർ പ്രോപ്പറായിട്ടുള്ള എങ്ങനെയാണ് എക്സാമിന് പാസ്സാവേണ്ടതെന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഒക്കെ കഴിഞ്ഞ് മിക്കവാറും ഏറ്റവും കൂടിയത് ഒരു 3 മാസത്തിനുള്ളിൽ നമുക്ക് ലൈസൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അത്യാവശ്യം നന്നായിട്ട് വണ്ടി ഓടിക്കാൻ അറിയുന്ന ആളാണെങ്കിൽ. ചെക്ക് റിപ്പബ്ലിക്കിൽ ഫസ്റ്റ് നമുക്ക് ലൈസൻസ് എടുക്കണമെന്നുള്ള പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഏത് ലൈസൻസാണ് എടുക്കേണ്ടതെന്ന് ഫസ്റ്റ് തന്നെ കണ്ടുപിടിക്കുക. അത് ഇവിടെ പല ടൈപ്പുള്ള ലൈസൻസുകളുണ്ട്. അതിപ്പോൾ ബൈക്കിൻ്റെ ഉണ്ട്, കാറിൻ്റെ ഉണ്ട്, ബസ്സിൻ്റെ ഉണ്ട്, ട്രക്കിൻ്റെ ഉണ്ട്. പക്ഷേ എല്ലാത്തിനും നമുക്ക് ബേസ് ആയിട്ട് വേണ്ടത് നമുക്ക് കാറിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ്, അതായത് B സർട്ടിഫിക്കറ്റ് നമുക്ക് എന്തായാലും വേണം. അതുണ്ടെങ്കിൽ മാത്രമാണ് ബാക്കിയത്തെ ലൈസൻസുകളൊക്കെ എടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് സർട്ടിഫിക്കറ്റാണ് എടുക്കേണ്ടതെന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലൊരു സ്കൂൾ കണ്ടുപിടിക്കുക, ഡ്രൈവിംഗ് സ്കൂൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കൂളിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ഒരു 3 മാസത്തിനുള്ളിൽ നമുക്ക് നല്ല ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സ്കൂളാണെങ്കിൽ അവർ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 മാസത്തിനുള്ളിൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നതായിരിക്കും. ചെക്ക് റിപ്പബ്ലിക്കിൽ വന്നിട്ട് ഒരു ലൈസൻസ് എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം നന്നായിരിക്കും. നമ്മൾ നല്ലൊരു ഡ്രൈവിംഗ് സ്കൂൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ നമ്മൾ മറ്റു രാജ്യങ്ങളിൽ ഇപ്പോൾ ജർമ്മനിലൊക്കെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുകയാണെങ്കിൽ വളരെയധികം എമൗണ്ട് വരുന്നതാണ്. ഇവിടെ നമുക്ക് അതിന് മാത്രം പൈസ വരുന്നില്ല. പിന്നെ ലാറ്റ്വിയ അങ്ങനത്തെ കുറച്ച് രാജ്യങ്ങളിൽ പോവുകയാണെങ്കിൽ ഇതിനേക്കാളും കുറവായിരിക്കും പൈസ ചിലവ്. യൂറോപ്പിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാനിവിടെ വന്നിട്ട് ഡ്രൈവിംഗ് ലൈസൻസ്. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഇവിടേക്ക് വരാൻ നോക്കുന്നുണ്ടെങ്കിൽ
നിങ്ങൾ ലൈസൻസ് എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ലൈക്ക് ബട്ടണിലും ഞെക്കുക, മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാൻ വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.